കെ.വി. തോമസ് ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുന്നതിന് UDFിൻ്റെ സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുവാനായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞാൽ പോകുന്നത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ 20 നിയോജകമണ്ഡലങ്ങളിൽ പോയി UDFിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. സീറ്റ് നിഷേധിക്കപ്പെട്ട ദിവസം അങ്ങ് ഇതൊന്നുമായിരുന്നില്ല പറഞ്ഞത്. അങ്ങേക്കുള്ള യോഗ്യത കുറവ് എന്താണെന്ന് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് മാറാൻ തയ്യാറായിരുന്നു, നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞില്ല. ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടു. അതിൻ്റെ വേദന മാത്രം ഞാൻ പറഞ്ഞു. ഒരു വിഷമമുണ്ട്, ദുഃഖമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു. ആ വിഷമം ഇപ്പോൾ മാറിയോ? എൻ്റെ നേതാക്കന്മാരെ കാണുകയും എൻ്റെ പ്രവർത്തകരെ കണ്ടാൽ പിന്നെ എനിക്കെന്താ വിഷമം? ഒരു വിഷമം. നേതാക്കന്മാരെന്തെങ്കിലും ഉറപ്പ് തന്നോ? വിഷമം എൻ്റെ ഉറപ്പിൻ്റെ പേരിലല്ലല്ലോ ഞാൻ പ്രവർത്തിച്ചു. ഞാൻ വാർഡ് പ്രസിഡൻ്റായത് എന്തെങ്കിലും ഉറപ്പ് കണ്ടിട്ടല്ലല്ലോ. ഇപ്പോഴും എനിക്ക് യാതൊരു ഉറപ്പും ആവശ്യമില്ല. ഞാൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഈ പ്രവർത്തകരാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അവരോടൊപ്പം അല്ല മാഷേ, UDF കൺവീനർ സ്ഥാനത്തേക്ക് മാഷ് വരുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ സുഹൃത്തുക്കളുണ്ടാക്കിയ കുറേ കഥകളുണ്ട്. അതൊന്നും അല്ല പ്രശ്നം. എന്നെ കൈപിടിച്ച് ഉയർത്തിയ ഒത്തിരി നേതാക്കന്മാരുണ്ട്. ഇന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊന്ന് സോണിയാഗാന്ധി തന്നെയാണ്. എനിക്ക് ഒത്തിരി ബന്ധങ്ങളും കടപ്പാടും. ആ സോണിയാജി അമ്മ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് യാതൊരു പരിഭവങ്ങളില്ല. പിന്നെ എല്ലാ നേതാക്കന്മാരും ഞാനുമായിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയൊക്കെ എല്ലാവരും ബന്ധപ്പെട്ടു. അത് മതി എനിക്ക്. അതുകൊണ്ടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ആയൊരു വിഷമം വന്നത് ഞാൻ ഓഫർ ചെയ്താണ്. പല പ്രാവശ്യം ഓഫർ ചെയ്തത്. ഞാൻ മാറി നിൽക്കാം, പുതിയ തലമുറ വരട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു മാറാം. അതൊന്നും ഒരു രാഷ്ട്രീയ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുന്നയാളാണ്. പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം അല്ലാതെ ഒന്നുമില്ല. ഞാൻ ഒരു സ്ഥാനവും ചോദിച്ചിട്ടില്ല, ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ കാണുന്ന ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇവരോടൊപ്പം താങ്കളെ മാറ്റുന്നതിന് ധൃതി കാണിച്ചു. 2 സീറ്റുകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും ഞാൻ മറുപടി പറയേണ്ട കാര്യം. എറണാകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് അങ്ങ് ഒരു ക്ലെയിം ചെയ്യാനോ? ഞാൻ ഒന്നിനും ക്ലെയിം ചെയ്തു. ഞാൻ വാർഡിലേക്ക് പോയി ക്ലെയിം ചെയ്യുന്ന ആളല്ല. ഞാൻ ഇവരോടൊപ്പം ഈ പ്രവർത്തകരാണ് ശക്തി. എല്ലായിടത്തും ആളുകൾ വന്നിട്ടുണ്ട്. അവർ നൽകുന്ന ഊർജ്ജമാണ് എൻ്റെ ഊർജ്ജം. അതിനേക്കാൾ വലിയ സ്ഥാനം എനിക്ക് കിട്ടാൻ അർഹതപ്പെട്ട അംഗീകാരം നൽകും. ഇത് അനർഹമായിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ വാർഡ് പ്രസിഡന്റായിട്ട് തുടങ്ങിയാൽ ഇത്രയും സ്ഥാനങ്ങളൊക്കെ തന്ന പാർട്ടിയല്ലേ. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും, അവസാന നിമിഷം വരെയും കോൺഗ്രസ്സുകാരൻ. സോണിയജിയായിട്ട് സംസാരിച്ചപ്പോൾ വിഷമം മാറി അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ അന്ന് ആ നിമിഷത്തിൻ്റെ വിഷമം അത് കഴിഞ്ഞപ്പോൾ തീരില്ലല്ലോ. എന്നും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒത്തിരി സ്ഥാനമാനങ്ങൾ തന്ന പാർട്ടിയാണ്, അംഗീകരിച്ച പാർട്ടി. ആ അംഗീകാരത്തിൻ്റെ ഏറ്റവും വലുതല്ല ഈ പ്രവർത്തകർ. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ കെ.വി. തോമസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. യാതൊരു പരിഭവവും തനിക്കില്ല. സീറ്റ് നൽകാത്തതിൽ തന്നെ അത് അറിയിച്ചില്ല എന്ന വിഷമം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്.